വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അതിനായിട്ട് അടി കട്ടിയുള്ളൊരു പാത്രം എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇട്ടൊന്ന് വറുത്തെടുക്കാം. അതൊന്നായി വന്നാൽ അത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് തന്നെ 1 കപ്പ് സേമിയ ഇട്ട് കൊടുക്കുക. ഞാൻ 1 കപ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ എത്ര വേണ്ടിച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. 1 കപ്പ് സേമിയത്തിലേക്ക് ഞാൻ 6 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് കൈയെടുക്കാതെ ഇളക്കി വേവിച്ചെടുക്കാം. സേമിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങളെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടത് നല്ലോണം തിളപ്പിച്ച് നല്ല ഇളക്കി കുറുക്കിയെടുത്ത് അതിലേക്ക് കണ്ടൻസ് മിൽക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വാങ്ങി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പായസം റെഡിയായി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഞാൻ നല്ല മൊഞ്ചുള്ള പാത്രം തന്നെ എടുത്തുനിന്ന് സെർവ് ചെയ്യുന്നുണ്ട്. ഇത് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പായസമാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബായ്.